വയനാട് സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ചികിത്സ തേടിയതിന് പിന്നാലെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികളെയും നിരീക്ഷിക്കാൻ തീരുമാനം. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളെ സന്ദർശിച്ച ശേഷം കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് മറ്റു കുട്ടികളെ കൂടി നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും മന്ത്രി പറഞ്ഞു. പനിയും ഛർദിയും വയറിളക്കവും കാരണം സ്കൂളിലെ 232 വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചികിത്സ തേടിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളെ സന്ദർശിച്ചത്. DMO, ആശുപത്രി സൂപ്രണ്ട്, സ്കൂൾ അധ്യാപകർ എന്നിവരോട് മന്ത്രി സ്ഥിതിഗതികൾ ചോദിച്ചറിഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിലാണ് ചികിത്സ തേടാത്ത വിദ്യാർത്ഥികളെ കൂടി നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. 839 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 232 വിദ്യാർത്ഥികളാണ് പനിയും ഛർദിയും വയറിളക്കവും കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ചികിത്സ തേടിയത്. ചികിത്സ തേടി മടങ്ങിയവർ തന്നെ വീണ്ടും ചികിത്സയ്ക്കെത്തിയ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതോടെയാണ് മറ്റു കുട്ടികളെ കൂടി നിരീക്ഷിക്കാൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. 839 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അതിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറച്ച് കുട്ടികൾ മാത്രമാണ് വന്നത്. അപ്പം ബാക്കിയുള്ള കുട്ടികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം കൃത്യതയോടുകൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വന്ന് പരിശോധിച്ചു പോയ കുട്ടികൾ വീണ്ടും വന്നതായ സാഹചര്യമുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്ന കുട്ടികളെയും കൂടെ വളരെ കെയർഫുള്ളായിട്ട് നിരീക്ഷിക്കാനുള്ള സംവിധാനം വേണം എന്നുള്ളത് പറഞ്ഞു. നേരത്തെ മുൻകരുതലെന്ന നിലയിൽ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെയും വെള്ളം പരിശോധിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികളുടെ രക്തപരിശോധനാ ഫലം വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷബീലിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘവും ആശുപത്രിയിലെത്തിയിരുന്നു. MLA IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ അടിയന്തര HMC യോഗം ചേരുകയും നെന്മേനി പഞ്ചായത്തിൽ വാർഡടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കാനും കുട്ടികളെ നിരീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, വയനാട്.